Hey guys, so welcome back to my YouTube channel. അപ്പോൾ ഇപ്പോൾ ടൈം ഒരു 12:45 സോ ഇന്ന് സൺഡേ ആണ്. നമ്മളിപ്പോൾ മീൻസ് എനിക്ക് ലേറ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ആക്ച്വലി ഇന്ന് നമ്മളൊരു അമ്പലത്തിൽ പോകണ്ടോടാ. അപ്പോൾ നമ്മൾ ദുബായിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു അമ്പലത്തിൽ പോണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന്. സോ അത് നിങ്ങൾക്കും കാണാമല്ലോ. അങ്ങനെ അപ്പോൾ ഇന്നത്തെ മെയിൻ അജണ്ട അത് തന്നെയാണ്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങളിവിടുത്തെ അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫുൾ ഡേ ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ കഴിച്ചത് ഉച്ചയ്ക്കാണ്. 12:30 1 മണിയായപ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. മാഗി ആയിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ആക്ച്വലി ഒരു കോഫി വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവളിൽ ഒരു കോഫി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ വെള്ളം ചൂടാക്കിയിട്ട് അതിൽ കോഫി പൗഡർ ഇടും, പിന്നെ പഞ്ചസാര ഇടും, അതൊക്കെ തന്നെ. അല്ലാണ്ട് ഇവിടെ തിളപ്പിക്കാനുള്ള ഒരു മൂഡില്ല. ഓക്കെ, പിന്നെ എന്തായിരിക്കും പരിപാടി? പിന്നെ ഞങ്ങൾ ആക്ച്വലി ചിലപ്പോൾ ഒന്ന് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കുമായിരിക്കും ലഞ്ച്. കാരണം നമുക്ക് ഉണ്ടാക്കാനൊരു ഇനിയൊരു സാവകാശം ഇല്ല. അപ്പം നമ്മൾ നൈസായിട്ട് പുറത്തു പോയി കഴിക്കാമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മൾ 4:30 ആകുമ്പോഴേക്കും നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് പോകും. കാരണം നമുക്കൊരു 5:30-6 മണി അതാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് ടൈം അവിടെ എത്താനായിട്ട്. അപ്പോൾ അതിന് നമ്മൾ ആക്ച്വലി ഇവിടെ ഒരു 4 മണിക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞാലാണ് നമ്മൾ 4:30 ഇങ്ങനെ ഇറങ്ങുള്ളൂ. 4:30 ഇങ്ങനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മൾ 4:30 ഇങ്ങനെ ഇറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെയുണ്ട്. കാരണം എപ്പോഴും നമ്മൾ ഓൾവേസ് ഞങ്ങൾ ലൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആക്ച്വലി അതും കൂടി ഈ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരാം, ഇവിടുത്തെ ഹിന്ദു ടെമ്പിൾ പരിപാടീസൊക്കെ. ഓക്കെ, അപ്പോൾ ഇനി എൻ്റെ അടുത്ത് എവിടേക്കാണോ പോണേ അവിടെ വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞാൻ കോഫിയുടെ വെള്ളം ചൂടാക്കിയിട്ട് വന്നു. ഇനി നമുക്ക് കുറച്ച് ഷുഗർ നൈസായിട്ട് ഇടാം. ഓക്കെ, കോഫി ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്കുള്ള കോഫിയുടെ കൂട്ടാണ് കേട്ടോ അത്. ഓക്കെ, നമുക്ക് കുറച്ച് കോഫി പൊടി ഇടാം. സോ നിങ്ങൾ വിചാരിക്കും ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ലേന്ന്. വേണ്ട, കോഫി നമുക്ക് എപ്പോഴും തിളപ്പിക്കാതെ കുടിക്കില്ലേ, ആ ഒരു ഫീലാണ് ഫീൽ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഐ മീൻ ആരെങ്കിലും കോഫി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ, ഞാൻ കോഫിയിൽ എക്സ്പേർട്ട് ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ, ആരും വരുന്ന വിചാരിക്കട്ടോ. ഇന്നപ്പോൾ നമ്മൾ ഉച്ചക്കാലത്തെ ലഞ്ച് വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. കാരണം നമുക്ക് അമ്പലത്തിൽ പോകണമായിരുന്നു, നമുക്ക് 4 മണിക്കെങ്കിലും ഇറങ്ങണം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് ടൈം കളയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ ലഞ്ച് പുറത്തുനിന്ന്. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞു. കുറച്ച് വേസ്റ്റ് കളയാനുണ്ട്. സോ വേസ്റ്റ് കളയണം. നമുക്ക് വേസ്റ്റ് കളയണം. ആക്ച്വലി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങോട്ട് ഇടാണ് ചെയ്യേണ്ടത്. അപ്പം ഇനി നമുക്ക് നേരെ പോയിട്ട് റെഡി ആവാം കേട്ടോ. അപ്പം ഇനി നമ്മളിപ്പോൾ പോകുന്നു, കുളിക്കുന്നു, ഡ്രസ്സ് ചെയ്യുന്നു, നേരെ ഇനിയിപ്പോൾ ഇറങ്ങാണ്. നമ്മളിപ്പോൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒരു 4 മണി ഒക്കെ 4 മണി കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിക്കായിരുന്നപ്പോൾ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഒട്ടും ടൈമില്ല. നമ്മൾ ആക്ച്വലി 4:30 ഇറങ്ങണം എന്ന് പറഞ്ഞതാണ്. പക്ഷേ എപ്പോഴും നമ്മൾ യൂഷ്വലി ലേറ്റ് ആവും. അതുപോലെ തന്നെ ഇന്നും ഇപ്പോൾ നമ്മൾ ലേറ്റായി. സോ നമുക്ക് വേഗം റെഡി ആയിട്ട് പോവാം. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡി ആയി കേട്ടോ. ഞങ്ങൾ ആദ്യം 4 മണിക്ക് പോകണമെന്നാണ് പ്ലാൻ ചെയ്തത്. പിന്നെ അത് 4:30 ആയി. പിന്നെ ഞങ്ങൾ ഇറങ്ങിയപ്പോൾ 5 മണി കഴിഞ്ഞു, 5:30 ആയി തോന്നുന്നു. അത് പിന്നെ എപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത് എപ്പോഴും ആ കാര്യം ഐ മീൻ ടൈമിങ് എപ്പോഴും കറക്റ്റ് ആവാറില്ല. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരു സ്ഥലത്തേക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഷാർപ്പിലൊന്നും അങ്ങനെ എത്തണ ടീംസ് അല്ല. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ട് അപ്പോൾ നമുക്കൊന്ന് കാർഡ് റീചാർജ് ചെയ്യണം. നമുക്ക് ഒരാൾക്ക് 10 ദിർഹമാണ് കേട്ടോ അപ്പ് ആൻഡ് ഡൗൺ വരിക. നമ്മൾ പോകുന്നത് ഇപ്പോൾ ജബൽ അലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. അവിടെയാണ് കേട്ടോ ഈ അമ്പലം ഉള്ളത്. ഹിന്ദു ടെമ്പിൾ ദുബായ് അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ കാർഡൊക്കെ റീചാർജ് ചെയ്ത് നമ്മൾ നേരെ മെട്രോ എടുത്തു. നമ്മൾ പോകുന്ന റൂട്ട് അടിപൊളിയാണ് കേട്ടോ.
നമ്മൾ മറ്റേ ബുർജ് ഖലീഫ, ബിസിനസ് ബേ, ആ ഒരു റേഞ്ചാണ് പോകുന്നത്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ അന്നത്തെ ദിവസം ഞങ്ങൾ പോയ ദിവസം ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര അടിപൊളിയായിരുന്നു. വെച്ചാൽ ഒട്ടും ലൈക്ക് ചൂടും കമ്മിയായിരുന്നു, അതുപോലെ തന്നെ വെയിലുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ സൂര്യൻ ഇങ്ങനെ മറ്റേ ക്ലൗഡ്സിനുള്ളിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കണ പോലെ ഉണ്ടായിരുന്നു. നല്ല സൂര്യനായിരുന്നു അന്നത്തെ ദിവസം. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നമ്മൾ കഴിഞ്ഞ വർഷം ഒക്ടോബറൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ദുബായിലേക്ക് വരാം എന്നൊരു പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മളെല്ലാവരും കൂടി വരണം എന്ന് തന്നെയായിരുന്നു നമ്മുടെ പ്ലാനിങ്ങും. അത് ആക്ച്വലി നടക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ ഓഗസ്റ്റിലായിരുന്നു ഞങ്ങളൊക്കെ, ഞാൻ, പ്രവി, ആദ്യമൊക്കെ ഞങ്ങളുടെ ലാസ്റ്റ് കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് 1 മന്ത് മുന്നേ, എനിക്ക് തോന്നുന്നു ജൂലൈയിലാണെന്ന് തോന്നുന്നു, മഹീം അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഇയർ ഡിസംബറൊക്കെ ആകുമ്പോൾ വരാം എന്നായിരുന്നു പ്ലാൻ. പക്ഷെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് നമുക്ക് ആ പ്ലാനിങ് കുറച്ചൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. നമ്മൾ ഓഗസ്റ്റിൽ ഇറങ്ങാൻ എന്താ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് സെപ്റ്റംബറിൽ നമുക്ക് പ്രവിയുടെ മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ മാരേജൊക്കെ കൂടി കുറച്ച് നാളൊന്ന് വീട്ടിലിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ അബ്രോഡ് വരാമെന്നൊരു പ്ലാനായിരുന്നു. പക്ഷേ എഗെയിൻ നമ്മളുടെ പ്ലാനിങ് ഒക്കെ കുറച്ചൊന്ന് ലൈക്ക് നീണ്ടുപോയപ്പോൾ നമ്മൾ ആക്ച്വലി ഞാനും മഹിയും പിന്നെ ഞങ്ങൾ വർക്ക് റീസ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ വേറെ ഫോമിൽ. പ്രവിയുടെ മാരേജ് സെപ്റ്റംബറിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളും ഒരു 2-3 മന്ത്സ് അവളും ബിസി ആയിരുന്നു കേട്ടോ. പിന്നെ ആദ്യനും അവരുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്ച്വലി ആ ഒരു മീൻസ് 3 മന്ത്സ് നമുക്ക് പോയതേ അറിഞ്ഞില്ല. അത് കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി എഗെയിൻ ഡിസംബറൊക്കെ ആയപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ വീണ്ടും പൊടി തട്ടി. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്യണ്ട, കാരണം നമുക്ക് എന്തായാലും നമ്മുടെ പ്ലാൻ എന്താ പറയുക മൂവ് ഓൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും മഹിയുമാണ് ആദ്യം ദുബായിലേക്ക് വന്നത്. അത് കഴിഞ്ഞ് ആദു വന്നു, പിന്നെ പ്രവി വന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിയത്. അപ്പോൾ ഇതൊക്കെ എന്തിനീ സ്റ്റോറി പറഞ്ഞതെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് നമുക്ക് ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ലൈക്ക് നമ്മുടെ ലാസ്റ്റ് കുറച്ച് നാൾ ഞങ്ങൾക്ക് അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം, ആ അമ്പലത്തിൽ പോകണം, ഈ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അതൊന്നും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങൾ ഞങ്ങൾ നടക്കുന്നതൊക്കെ പ്ലാൻ ചെയ്യാറ് കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം, ഞാൻ ആക്ച്വലി ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ. അതൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടും പ്ലാൻ ചെയ്യാതിട്ടും ചെയ്തതാണ് കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ആക്ച്വലി പല കാര്യങ്ങളും പ്ലാൻ ചെയ്താൽ നടക്കില്ല എന്നുള്ളത്. അതിൽ ചെറിയ സത്യങ്ങളൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും ഞങ്ങൾ പ്ലാൻ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞങ്ങൾ കൊച്ചിയിൽ ഒരു ദിവസം ഡേ ഔട്ട് പോയത്, അതുപോലെ തന്നെ ഞങ്ങൾ നെല്ലിയാമ്പതി പോയത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്ത പോലെ, കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മളുടെ കൂടെ അതുപോലെ അതേ വൈബിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എളുപ്പമായിരിക്കും പ്ലാനിങ്. എനിക്ക് അങ്ങനത്തെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് പ്ലാനിങ് ഒക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ. അപ്പോൾ ഞാൻ ആക്ച്വലി പറഞ്ഞു വന്നത്, ഞങ്ങൾ നാട്ടിലുള്ളപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ടൈം നമ്മൾ ഗുരുവായൂർ പോകണം, വടക്കുന്നാഥിൽ പോകണം. കാരണം ഇതൊക്കെ നമ്മൾ മുമ്പ് പോയിട്ടുണ്ട്, നമ്മളെല്ലാവരും ഒരുമിച്ച് വടക്കുന്നാഥിലും ഗുരുവായൂരൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ലാസ്റ്റ് ടൈം നമ്മളിങ്ങനെ വരാനായിട്ട് മുന്നേ പോകണം എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ ചില റീസൺ കൊണ്ട് നടന്നില്ല. കാരണം നമുക്ക് ലാസ്റ്റ് ടൈം നമ്മൾ കുറച്ചധികം ബിസി ആയി പോയി എല്ലാവരും. അപ്പോൾ നമുക്ക് ആ പ്ലാൻ നടന്നില്ല. അപ്പോൾ നമുക്ക് ഒക്കെ വിചാരിച്ചു അപ്പോൾ ഇവിടെ അമ്പലം ഉണ്ടല്ലോ, അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് പോകാമെന്ന്. അങ്ങനെ നമ്മളിവിടെ എത്തി. എന്നിട്ടും നമുക്ക് കുറച്ച് നാൾ നീണ്ടു കേട്ടോ നമ്മൾ ഈ പോകുന്ന കാര്യങ്ങൾക്ക്. അങ്ങനെ ഫൈനലി നമ്മൾ ആ അമ്പലത്തേക്ക് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട്. പിന്നെ ആ അമ്പലം ഞാൻ ഓൾറെഡി എന്താ പറയുക നെറ്റിൽ നോക്കിയ സമയത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഇത് കാണുന്നതാണ് കേട്ടോ ആ അമ്പലം. എനിക്കവിടെ എത്താറേ പിന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിന് വേറെ റീസൺ കൂടി ഉണ്ട് കേട്ടോ. കാരണം നമ്മളെല്ലാവരും കണ്ടിട്ടുള്ള അമ്പലം എന്ന് പറയുന്നത് വേറെ തന്നെ ഒരു ടൈപ്പാണ്. പക്ഷേ ഇവിടുത്തെ അമ്പലം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരു ടൈപ്പാണ്. കാരണം ഒരു എന്താ പറയുക ഭയങ്കര വെറൈറ്റി അമ്പലമാണ്. എനിക്ക് മറ്റേ പുള്ളിക്കാരി മ്യൂസിയമൊക്കെ പോലെ അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടോ. പക്ഷെ നല്ല രസമുള്ള അമ്പലമായിരുന്നു. ഉള്ളിലൊക്കെ അടിപൊളിയായിരുന്നു. പക്ഷെ നമുക്ക് ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ഓഫ് കോഴ്സ് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട് വീഡിയോ എടുക്കണതിന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉള്ളിലത്തെ വീഡിയോസ് എടുത്തില്ല. ഞാൻ പുറത്തത്തെ കുറച്ച് വീഡിയോസ് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ ഓൾറെഡി അമ്പലത്തിൽ എത്തിപ്പിക്കണം ലേറ്റായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് അമ്പലമൊക്കെ നമ്മൾ ചുറ്റി കണ്ടു, പ്രാർത്ഥിച്ചു. കുറേ ദൈവങ്ങളുണ്ടായിരുന്നു, എനിക്കറിയാത്ത കുറച്ച് ദൈവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആക്ച്വലി പുറത്തേക്ക് വന്നു. നമ്മൾ അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ടാക്സി എടുത്തിട്ട് നമ്മൾ വിചാരിച്ചത് വീട്ടിലോട്ട് വരാമെന്നാണ്. പക്ഷേ മീൻ വയൽ ഒരു പ്ലാനിൻ്റെ ഇടയ്ക്ക് വേറെ പ്ലാൻ കുത്തിക്കയറുന്ന നമ്മളുടെ പണ്ടേ ഒരു ശീലമായതുകൊണ്ട് നമ്മൾ വിചാരിച്ചു എന്തായാലും നമ്മൾ ഇവിടം വരെ വന്നതാണ്. കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവിടേക്ക് എനിക്ക് തോന്നുന്നു ഒരു 18-19 സ്റ്റോപ്പുകളുണ്ട് മെട്രോയ്ക്ക്.
നല്ലൊരു മുക്കാൽ മണിക്കൂറിന് മേലെ ഉണ്ടാവും നമ്മൾ എന്തായാലും വരുമ്പോൾ. അപ്പം നമ്മൾ എന്തായാലും ഇത്രയും ദൂരം വന്നു, അപ്പം നമുക്ക് ഇവിടുത്തെ മോളിലും കൂടി എന്നിട്ട് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഐബൻ ബറ്റൂട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോളുണ്ട്, ആ മോളിൽ കയറാമെന്ന് വെച്ചാൽ. അപ്പോൾ പക്ഷേ ഇത് ഫ്രണ്ടിൽ നിന്ന് കാണുമ്പോൾ ഈ മോള് വളരെ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സാധനങ്ങൾ കേട്ടോ കാണാനായിട്ട്. എന്ന് വെച്ചാൽ ലിറ്ററലി നമുക്ക് കുറേ നടക്കാനുണ്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു ദിവസം ഫുൾ അതിൽ വേണമെങ്കിൽ നടക്കാം, അത്രയും ദൂരം ഉണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട്. അങ്ങനെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മോളുടെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ. എനിക്ക് സ്പെഷ്യലി ഇഷ്ടപ്പെട്ടു. ഞാൻ ആക്ച്വലി ഫുൾ വീഡിയോ എടുത്ത് നടക്കായിരുന്നു. ഒരു പഴയ ടൈപ്പ്, പക്ഷേ മീൻസ് നമ്മൾ ആക്ച്വലി ഓക്കെ ഈ കാണുന്നതൊക്കെ എന്താ പറയുക, ലൈക്ക് റൂഫാണ്. പക്ഷെ അത് മനസ്സിലാവില്ല. അവിടെ പോയി ആ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെന്തോ സ്കൈ കാണുന്ന പോലെയൊക്കെ തന്നെയാണ്. മീൻസ് കുറേ ക്ലൗഡ്സും സ്കൈയും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അതിൻ്റെ ഫീല്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ആക്ച്വലി ഇവിടെ ഈ കാണുന്നത് ഭയങ്കര എന്ന് വെച്ചാൽ ഒരു ഓത്തൻറ്റിക് ഒരു ഇസ്ലാമിക് ആ ഒരു ഗൾഫ് ടച്ച് എന്നൊക്കെ പറയില്ലേ. ഇവരുടെ ഇൻറ്റീരിയേഴ്സൊക്കെ ഇൻറ്റീരിയേഴ്സൊക്കെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, മീൻസ് ഭയങ്കര നൈസായിട്ടുണ്ട്. പിന്നെ അവിടെ കുറേ മല്ലൂസ് ഉണ്ടായിരുന്നു. അതൊരു സ്പെഷ്യാലിറ്റി ആണ് കേട്ടോ. ഇവിടെ നമ്മൾ എവിടെ പോയാലും നമുക്ക് മലയാളത്തിന് കാണാം. അങ്ങനെയാണല്ലോ പറയുന്നത്. ലൈക്ക് ദുബായ് എന്ന് പറഞ്ഞാൽ ഗൾഫ് എന്ന് പറയുമ്പോൾ തന്നെ മലയാളീസിൻ്റെ മീൻസ് ലോകം എന്നാണല്ലോ ലിറ്ററലി അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ എവിടെ പോയാലും മലയാളീസ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ മോളിൽ കുറച്ചും കൂടി കൂടുതൽ മലയാളീസ് ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാഷണാലിറ്റീസ് ഉണ്ടായിരുന്നു. പിന്നെ മാക്സ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. നമുക്ക് പരിചയമുള്ള കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. മീൻസ് ബാസ്കിൻ റോബിൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ഷോപ്പുകളുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറയില്ല, പക്ഷേ ഒരു പ്രത്യേകതയായിരുന്നു ഇവിടെ ഓരോ സ്ഥലത്തും ഓരോ കോട്ടാണ്. ഇപ്പോൾ ഈജിപ്ത് കോട്ട്, പിന്നെ ചൈന കോട്ട്, പിന്നെ നമ്മുടെ ഇന്ത്യൻ കോട്ട് എന്ന് വെച്ചാൽ അതൊക്കെ ഒരു ഫുഡ് ഐറ്റംസ്. മീൻസ് ആ ഒരു കോട്ടിൽ ആ ഒരു നാഷണാലിറ്റിയുടെ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. ലൈക്ക് ഇപ്പോൾ ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന അതെനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി കേട്ടോ. കാരണം അതാകുമ്പോൾ കുറച്ചൊന്നൊക്കെ എളുപ്പമാണ് പോയി കണ്ടുപിടിച്ച് കഴിക്കാനായിട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഈ ഫുഡിൻ്റെ സ്റ്റോൾസും കാര്യങ്ങളും തന്നെയായിരുന്നു. കാരണം KFCയും മാക്ഡൊണാൾഡ്സ് എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. കുറച്ച് പോഷാണെന്ന് വെച്ചാൽ നല്ല പോഷായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്ന് കറങ്ങി. പിന്നെ നമുക്ക് മനസ്സിലായി നമുക്കിനി കുറേ നേരം നിൽക്കാൻ പറ്റില്ല, കാരണം നമുക്ക് വീട്ടിലെത്തണം. കാരണം നമുക്ക് പിറ്റേ ദിവസം ജോലിയുണ്ട്. ഇത് ഒരു സൺഡേ ആണ്, നമുക്ക് മൺഡേ എല്ലാവർക്കും ജോലിക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് മെട്രോ എടുക്കാമെന്ന്. അപ്പോൾ നമുക്ക് മെട്രോ എടുക്കാനായിട്ട് നമ്മൾ ഈ മോളിൽ തന്നെ ഏതോ ഒരു ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മെട്രോ സ്റ്റേഷനിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. പക്ഷേ ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മറ്റേ ടാക്സി വിളിച്ച് പോകുന്ന അവസ്ഥയാണ്. അത്രയും ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ അവസാനം പുറത്തിറങ്ങി നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഇറങ്ങിയിരിക്കുന്ന വശം ആ ഒരു സൈഡ് തെറ്റാണ്. നമുക്ക് ഈ സൈഡിലേക്കല്ല വരേണ്ടത്. അങ്ങനെ അത് നമുക്ക് മാപ്പിൽ നോക്കിയപ്പോഴാണ് മനസ്സിലായി. മാപ്പിൽ നോക്കിയപ്പോൾ നമുക്ക് എത്രയോ കിലോമീറ്റേഴ്സ് കാണിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ വന്നത് തെറ്റാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചു. ഇനിയിപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ആരോട് ചോദിക്കണോ, എങ്ങോട്ടാണ് പോകണമെന്ന് ചോദിക്കണോ എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ നമ്മളുടെ അഭിമാനം അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ നൈസായിട്ട് വീണ്ടും മുകളിൽ കയറി വീണ്ടും നടക്കുകയാണ്. ഞങ്ങൾ നടന്ന് വീണ്ടും ഞങ്ങൾ വന്നൊരു സൈഡിലേക്ക് തന്നെ എത്തി. അപ്പോൾ അവിടെ ഇവരുടെ കസ്റ്റമർ സർവീസ് ടീം ഉണ്ടായിരുന്നു. ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു, ഒരു കസ്റ്റമർ സർവീസ് ഡെസ്ക്. അപ്പോൾ അവിടെ ഒരു ലേഡി ഉണ്ടായിരുന്നു. ആ പുള്ളിയോട് ചോദിച്ചു, നമ്മൾ ചോദിച്ചു ഇങ്ങനെ നമുക്ക് മെട്രോയ്ക്കാണ് പോകേണ്ടത്, അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് വെച്ചാൽ പുള്ളിക്കാരി പറഞ്ഞു തന്നു. ഏതൊരു വഴി പറഞ്ഞു തന്നു. നമുക്ക് ആക്ച്വലി അത് മനസ്സിലായില്ല, കാരണം അതിൻ്റെ ഉള്ളിൽ കുറേ ഉണ്ടല്ലോ. അങ്ങനെ ഞങ്ങൾ നമ്മുടെ ചെറിയ എന്താ പറയുക ഒരു അസംഷൻ വെച്ചിട്ട് നമ്മൾ ആക്ച്വലി നടന്നു. പക്ഷേ നമ്മൾ മെട്രോയിൽ എത്തി കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ എന്നിട്ടും കുറേ നടക്കാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ വഴി തെറ്റി കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി F5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈഡിൽ നിന്ന് തിരികെ വേണ്ടത്. പക്ഷെ നമ്മൾ F5 താണ്ടിയിട്ട് F11 അവിടെ എങ്ങാണ്ടൊക്കെ എത്തി. അപ്പോഴാണ് നമുക്ക് വീണ്ടും മനസ്സിലായി നമ്മൾ വീണ്ടും വഴി തെറ്റിപ്പോയി. എന്താ ചെയ്യുക. അങ്ങനെ ഞങ്ങൾ വീണ്ടും തിരിച്ച് റിട്ടേൺ വന്നു. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരവും ഞാൻ മുഖത്ത് കാണിക്കാണ്ട് ഫുൾ ഞാൻ വീഡിയോ എടുത്ത് നടക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആക്ച്വലി ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവിടെ ഒരു പെർഫ്യൂം ഷോപ്പ് കണ്ടു. നമ്മളിപ്പോൾ നമ്മുടെ ഒരു ഹോബിയാണെന്ന് പറയുകയാണെങ്കിൽ, ശീലം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ എവിടെ പോയാലും നമ്മൾ പെർഫ്യൂംസ് കണ്ടോ അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കും. കാരണം ട്രയലിനായിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ലൊക്കെ തോന്നിയാൽ നമ്മൾ ആ ബ്രാൻഡ് ഓർത്ത് വെച്ചിട്ട് നമ്മൾ ആക്ച്വലി പിന്നീട് അത് ചിലപ്പോൾ പോയി വാങ്ങും കേട്ടോ. ക്യാരിഫോളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നോക്കാറ്. നമ്മൾ മോളിലൊക്കെ പോകുമ്പോൾ നമ്മൾ പെർഫ്യൂംസൊക്കെ ട്രൈ ചെയ്തിട്ട് നമ്മൾ എന്താ പറയുക പിന്നീട് അത് പോയിട്ട് വാങ്ങും. അങ്ങനെ ഞങ്ങൾ നടന്ന് ഏതോ ഒരു ഹുദാവിലെത്തി. അങ്ങനെ ഞങ്ങളവിടെ വായും പൊളിച്ച് നിൽക്കുമ്പോഴാണ് ഒമാനിൽ നിന്നൊരു കോള്. ഇതാണ് കേട്ടോ പ്രതീഷ് ചേട്ടൻ, പ്രവീൺ ഹസ്ബൻഡാണ്. പുള്ളി ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ എഗെയിൻ നടത്താൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ മുണ്ടെടുത്തതിൻ്റെ അഹങ്കാരം കൊണ്ട് ഞാൻ പറയുന്നില്ല, നല്ല ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് എഗെയിൻ ഞാൻ മുഖത്തൊന്നും കാണിച്ചില്ല. ഞാൻ ആക്ച്വലി നല്ല പ്രൗഢ ഗംഭീരമായിട്ട് മലയാളികളുടെ മാനം കാത്ത് അങ്ങോട്ട് നടന്നു. പിന്നെ നമ്മൾ മെട്രോ ഇറങ്ങാനായിട്ടുള്ള നമ്മളുടെ മറ്റേ എക്സലേറ്റർ ഉണ്ടല്ലോ, അത് എത്തിയപ്പോഴാണ് അത് എത്തേണ്ട കുറച്ച് മുൻപ് വിശപ്പിൻ്റെ ഒരു വിളി വന്നിട്ടുണ്ടായിരുന്നു. വിശപ്പ് വന്നാൽ അപ്പോൾ ഫുഡ് കഴിക്കണമെന്നാണ് കേട്ടോ ഞങ്ങളുടെ പോളിസി. അങ്ങനെ ഞങ്ങൾ മെനു കാർഡൊക്കെ നോക്കി ഫുഡൊക്കെ ഓർഡർ ചെയ്തു. നല്ല മെനു കാർഡായിരുന്നു, അഫോർഡബിൾ ആയിരുന്നു, കുഴപ്പമുണ്ടായിരുന്നില്ല, ഫുഡ് കുഴപ്പമുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് വന്നു. താഴെ തന്നെയാണ് കേട്ടോ മെട്രോ സ്റ്റേഷൻ. പിന്നെ നമ്മളവിടുന്ന് മെട്രോ കയറി നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഒരു സൺഡേ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഓഫ് കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.